വെളുപ്പിന് 5 മണിക്ക് നല്ല ഇഡലിയും സാമ്പാറും മുട്ടയും കഴിച്ചപ്പോൾ ആഹാ എന്തൊരാശ്വാസം. പിന്നെ ഞാനിവിടെ നിന്ന് തിരുവല്ല പോവാണ് കേട്ടോ. ഇപ്പം നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു കടയിലാണ്. അങ്ങനെ ഫുഡും കഴിച്ച് എൻ്റെ ബാഗും എടുത്ത് മെല്ലെ ഞാൻ റെയിൽവേയിലേക്ക് നീങ്ങി. കാരണം 5:40 ട്രെയിനിലാണ് എനിക്ക് പോവേണ്ടത്. രാവിലെ ആയതുകൊണ്ടാണെന്നറിയില്ല, റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിലൊരു ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ട്രെയിന് വന്നു. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ അൺറിസർവ്ഡ് ബോഗിയിലാണ് പോയത്. പക്ഷെ അത് കയറി നോക്കിയപ്പോൾ ബോഗി മൊത്തം കാലിയാണ് കേട്ടോ. പിന്നെ ഈ ചാനലിൻ്റെ സൈഡിൽ കാറ്റും കൊണ്ട് ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞാനിങ്ങനെ യാത്ര തുടർന്നു. പക്ഷെ പുറത്ത് നോക്കിയപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു യാത്ര പകല് ഇത്രയും വെളുപ്പിന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി പകലാവുന്നൊരു കാഴ്ച കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ കാറ്റും കൊണ്ട് അറിയാണ്ട് ഉറങ്ങിപ്പോയി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ നേരം പെരപരാന്ന് വെളുത്തിരിക്കുന്നു. ഞാനിതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മിക്ക ദിവസവും മാസ്ക് വെക്കും കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കോലം ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് പകുതിയോളം ഈ മാസ്ക് നമുക്കൊരു ഭാഗ്യമാണ്. ഈ കാണുന്ന സ്റ്റേഷനാണ് തിരുവല്ലക്ക് തൊട്ട് മുമ്പുള്ള ചങ്ങനാശ്ശേരി. ഞാൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്നതും ഈ ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. മാത്രമല്ല എൻ്റെ ഒരുപാട് ഓർമ്മകൾ കിടക്കുന്ന എൻ്റെ ചങ്ങനാശ്ശേരി. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരുവല്ലയെത്തിയിട്ടോ. ഇനി എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ വെയിറ്റ് ചെയ്യലാണ് അടുത്ത ചടങ്ങ്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. 6631 കോട്ടയം നെല്ലൂർ തിരുവല്ല സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ് എൻ്റെ റബ്ബ്. പക്ഷെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിൽ ഇപ്പോൾ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഇവിടെ തിരുവല്ല ബോർഡ് കാണുമെങ്കിലും ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ഒരുപാട് നാൾ തിരുവല്ല ചങ്ങനാശ്ശേരി കറങ്ങി മാറി മാറി നിന്നിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അവസാനം നമ്മൾ പിക്ക് ചെയ്യുന്നയാൾ വന്നിട്ടോ. അപ്പോഴാണ് ഒരു ആശ്വാസമായത് സത്യം പറഞ്ഞാൽ. കാരണം ഞാനൊരു അരമണിക്കൂർ വരെ ആ റെയിൽവേയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. തിരുവല്ല വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാതെ എങ്ങനെയാ അല്ലേ? ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്തേക്കൊരു പോക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ, നമ്മുടെ സ്നേഹിതനും ഈ വർക്കിന്റെ ഭാഗമാണ് കേട്ടാ. ഒന്ന് പേര് പറയോ? രാജേഷ്. അയ്യവാ, നല്ല മാച്ചാണ്. എന്തായാലും റൂം സെറ്റാക്കി തന്നു. അപ്പൊ നമുക്ക് നാളെ എത്ര മണിക്ക്? ഓക്കെ ശരി. അങ്ങനെ റൂമെത്തി ഗൈസ്. എൻ്റെ പൊന്ന, ഇതാണ് കേട്ടാ നമുക്ക് അക്കോമഡേഷൻ സെറ്റിൽ ചെയ്ത് തന്നത്. AC ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഈ ചൂട് കാലത്ത്. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇവിടെ വേറെ റെസിഡൻസി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ എവിടെയും കിടക്കുമല്ലോ. ഇത് ടൗൺ ഏരിയ ആയതുകൊണ്ട് കേട്ടാ, അഹങ്കാരം കൊണ്ടല്ല. ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ച് ഷൂട്ടിന് വരുമ്പോൾ നമുക്ക് AC ഇല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് ചെറിയ മുഖവാടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷീണിക്കുമല്ലോ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാനിപ്പോൾ AC തന്നെ 24 മണിക്കൂർ കിടക്കുന്നവനല്ലല്ലോ. ബാത്റൂമിൻ്റെ സ്ഥിതി എന്താ? ഓ നൈസ്, സെറ്റ്. റെസിഡൻസിയിൽ തണുത്ത വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആദ്യം ഞാൻ വെള്ളം അടുത്തിട്ടാ. ഞാനൊന്ന് പുറത്തു പോയത്. നമുക്കിവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഏതാണ് ഇപ്പോൾ റൂം? 1 2 3. ഇതാണ് സാമാനം.
നമ്മുടെ സോപ്പ് ഉണ്ടാ ഇതെന്നാ ഇത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ സോപ്പ് കിട്ടുന്നേ. സാധാരണ ചന്ദ്രികയുടെ സോപ്പല്ലേ കിട്ടല്. പിന്നെന്തെന്നാ വെള്ളവും പഴമൊക്കെ മേടിച്ച് നമുക്ക് സോപ്പിന്റെ മണം നോക്കാം. ഹൗ ഒരു നാരങ്ങയുടെ ടച്ചാട്ടാ സ്മെല്ല്. അടിപൊളിയാ. ഇനി ഒന്ന് കുളിക്കണം. എൻ്റെ കുളിസീന് കാണുന്നോ? അയ്യോ വെറുതെ പറഞ്ഞ എൻ്റെ പൊന്നാബി പോളെ ക്ഷീണിച്ചല്ലേ. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ഇന്നലെ ഉറങ്ങിയ മനുഷ്യനാ. ഇന്ന് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ. 4 മണിക്ക് ഇറങ്ങിയിട്ട് 5:40 ട്രെയിന്. അപ്പം ഞാൻ വിചാരിച്ചത് ട്രെയിനിൽ കയറിയിട്ട് ഉറങ്ങാമെന്നാ. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഉറങ്ങിയില്ല. രാത്രി 2 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. പിന്നെ എനിക്കുള്ള ട്രെയിന് ഉച്ചക്കാണെങ്കിൽ ഞാൻ രാത്രി 2 മണിയാവും ഇവിടെ എത്താൻ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ വന്ന് ട്രെയിനിൽ കയറിയിട്ട് കുറച്ചു നേരം കണ്ണടച്ച് ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ റിസുമാൻ്റെ ഫോണ് ഏടത്തി. ഞാൻ പറഞ്ഞു നമുക്ക് ട്രെയിന് വിട്ടിട്ടേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പത്തേന് അത് കഴിഞ്ഞ് പിന്നെ തിരക്കായി, പിന്നെ പകലായി, ചൂടായി. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലേ. എനിക്ക് തോന്നുന്നു ഞാനൊരു ഗ്യാപ്പ് വിട്ട് 5 മിനിറ്റ് ഉറങ്ങിയായിരുന്നു. അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ ഒരു അരമണിക്കൂറാവും. ഒരു മനുഷ്യൻ 48 മണിക്കൂറിൽ അരമണിക്കൂർ ഉറങ്ങിയാലും എന്താ അവസ്ഥയാ? ഇപ്പിന് കുളിക്കുക, പുളി ഇവിടെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാനുണ്ട്. അത് കഴിയുക, വാറ്റ് കിടത്താം. രാവിലെ ഷൂട്ട് ഒരു 9 മണിക്ക് ആയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. പഠിച്ചോനേ കാത്തോണേ. ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ റെയിൽവേന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ആക്ച്വലി ഞാൻ തിരുവല്ലയിൽ വന്നെന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇടയ്ക്കൊരു നമ്മുടെ ഡയറക്ടറിനൊക്കെ കാണിച്ചു എന്നുള്ളതല്ലാതെ പറഞ്ഞായിരുന്നു ഓർമ്മയില്ല. എന്തായാലും കേട്ടോ, മമ്മി ഭാസ്കർ എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഒരു 3-6 പാർട്ടായിട്ടും ഇറക്കാണ്. അപ്പോൾ അതിലെ നായകനായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള ഇലോടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യാനുള്ള ഇലോട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത് അവർക്ക് അവരുടെ പ്രൊമോഷൻ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന വ്ളോഗ് ഒരു എവിടെയെങ്കിലും ഒരു കോർണറിൽ മൂലക്ക് വെച്ചോ, അതായത് ഷാവലിൻ്റെ ഒരു വ്ളോഗ് വരാൻ ബാക്കിയുണ്ട്. അഥവാ ഇനി നാളെ അത് റിലീസായാലോ മറ്റന്നാളോ റിലീസായാൽ കുഴപ്പമില്ല, ടീമിന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇവിടെ എനിക്ക് അങ്ങനെ ഇടാൻ ഇപ്പം ഞാനായിട്ട് മെയിനായിട്ട് പോകുന്ന സംഭവം ആയാലും പെർമിഷൻ ഞാൻ കൊടുക്കൂല. എൻ്റെ ഒരു ആൽബം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പെർമിഷൻ കൊടുക്കില്ല. കാരണം എൻ്റെ വർക്കിൻ്റെ ഒരു പ്രൊമോഷൻ ടൈം ഉണ്ട്. അപ്പോഴേ ഞാൻ അവിടെ എടുത്തൊരു ഫോട്ടോ പോലും നമ്മുടെ ഇപ്പോൾ ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന എൻ്റെ ലൊക്കേഷനിൽ ഒരു ഫോട്ടോ പോലും ഞാൻ എടുക്കാൻ അനുവദിക്കാറില്ല. അത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് എടുപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ക്യാമറയിൽ എടുക്കും. അതിനപ്പുറം ആരെ കൊണ്ട് എടുപ്പിക്കില്ല. പിന്നെ മിഞ്ഞാന്നൊരു വർക്ക് റിലീസായപ്പോൾ ഒരു 3-4 പേര് വെച്ചിട്ട് മാത്രം ചെയ്യുന്ന കണ്ടു. അത് നമ്മൾ ആ ഒരു ബജറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതർവൈസ് എൻ്റെ വർക്ക് കാണണം. നിങ്ങൾ എൻ്റെ പഴയ ആൽബം കണ്ട അതിലെ ലൊക്കേഷൻ വീഡിയോ മാക്സിമം എൻ്റെ ആദ്യകാലം മുതലുള്ള ആൽബത്തിൻ്റെയൊക്കെ ലൊക്കേഷൻ വീഡിയോ അതിലിടാറുണ്ട്. ഏകദേശം ഒരു സെറ്റിൽ 30 പേരൊക്കെയാണ്. കൊറോണ സമയത്ത് പോലും പോലീസിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് 20 പേര് നിർബന്ധമാക്കിയിട്ട് ഞാൻ, അതായത് 30-35 പേര് വേണമായിരുന്നു, 20 പേരെ കൊണ്ട് നിർത്തിയതാണ്. പോലീസ് പറഞ്ഞ് 20 പേർ കൂടുതൽ പറ്റൂല. അത് മാത്രമല്ല, ഞങ്ങളെ സൈറ്റിലേക്ക് വന്നിട്ട് ഒരു 3-4 വട്ടം പോലീസ് റൗണ്ട് അടിച്ചിട്ട് പോയേക്കുന്നത്. കൊറോണ സമയത്ത് എൻ്റെ ഒരുപാട് ആൽബം ഉണ്ട്. അതിലൊന്നാണ് മുഹബത്താണ് അവനോട്. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അജബൊഴുകുന്ന ഈ ഇഷ്കിൻ്റെ മണിയറൊക്കെ കൊറോണ സമയത്ത് എടുത്ത വർക്കാണ്. അതിൻ്റെയൊക്കെ ക്യാമറയിലാകെ 10 പേരോ 20 പേരൊന്നും ഉണ്ടാവും, 10-15 പേരുടെ ഉള്ളിൽ. പക്ഷെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ക്യാമറയിൽ ഭയങ്കരമായിട്ട് വരുന്ന ആൾക്കാരെക്കാളും സ്ട്രഗിൾ ചെയ്യുന്നത് പുറത്തുള്ളവരാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും എൻ്റെ റീൽസ് വ്ളോഗ് അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ട്. എന്താ പറയുക, എടാ ടോവിനോയ്ക്കും മറ്റേ ഇവർക്കൊക്കെ വൃത്തിക്കിട്ട സാധനം. ഞാനിത് ഈ വിരലുണ്ടല്ലോ, വേണം സൂം ആവുന്നില്ലേ, ഈ വിരലിൻ്റെ ഈ ഭാഗമില്ലേ, ഈ വരയില്ലാത്ത ഭാഗമെല്ലാം മൈലാഞ്ചി വെച്ച പോലെ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ തുടച്ച് എനിക്ക് മടുത്തതല്ലാണ്ട് ഇത് പോകുന്നില്ല എന്ന്. ഈ പുല്ല് പോകാത്ത മാത്രമല്ല, സംഭവം എനിക്ക് പറ്റുമെന്താ പറയുക, ഇതിലും വൃത്തികേടായിരുന്നു. ഞാൻ അവിടെ ഒരു ചാക്കുണ്ടായിരുന്നു, ആ ചാക്കിലേക്ക് പിടിച്ചിട്ട് ഒറ്റ വരസല്. ഈ വരസല് ആക്ച്വലി കുറേ എണ്ണം പോയി. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നഖത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ നഖം വെട്ടി തീരുന്നത് വരെ ഇത് ഇളകിപ്പോകില്ല. ഈ നഖം ഇവിടെ എത്തണമെങ്കിൽ ഏകദേശം 3 മാസം എടുക്കും. ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആലോചിക്കുന്നതാ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നിട്ട് അടുത്ത മാസം മറ്റേ ഇലക്ഷൻ വന്നിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു ഇവര്. ഈ വിരൽ മാറ്റുമായിരുന്നു അല്ലേ. ആയിക്കോട്ടെ. എന്തായാലും എൻ്റെ പൊന്ന് കടീസ ആരോ ഇന്നലെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു,
മറ്റേ പെങ്ങളെ കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങ് പോലത്തെ വീഡിയോ ചെയ്യ്, അല്ലാതെ ചറവറ വീഡിയോ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്യും സുഹൃത്തെ, കാരണം ചറപറാന്നല്ല, എൻ്റെ ഡെയിലി ലൈഫാണ് എൻ്റെ വ്ളോഗ്. അല്ലാത്ത എനിക്ക് സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു വ്ളോഗ് അല്ല എൻ്റെത്. എനിക്ക് എൻ്റെ ഡെയിലി എൻ്റെ ജീവിതത്തിൽ ചില ദിവസം മിസ്സാവും. അതർവൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കക്കൂസി പോകുന്ന വെച്ച് ബാക്കിയെല്ലാം ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വ്ളോഗ്. അത് കാണാൻ ആഗ്രഹിക്കും. എൻ്റെ കുടുംബത്തിലെ അൻഷി റംസി എന്ന് പറയുന്ന എൻ്റെ സ്വന്തം കസിൻ സിസ്റ്റർ, ആ പെങ്ങൾ പോലെ എന്നോട് പറഞ്ഞെന്തറിയോ, എനിക്കിപ്പോൾ സീരിയൽ നോക്കും പോലെയാ നിങ്ങളെ വീഡിയോ കാണുന്നതെന്ന്. കാരണം എടാ, എൻ്റെ സ്വന്തം പെങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക്, കസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ഡെയിലി കാണാനുള്ള അവകാശമുള്ള കുട്ടിയാണ്. അവള് എൻ്റെ സീരിയൽ പോലെ കാണുന്ന വെച്ചാൽ അത് കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ, എൻ്റെ വ്യൂസിൽ 2000-3000 ആയിരിക്കാം, പക്ഷെ അതിലൊരു 500 പേർക്കെങ്കിലും എന്നെ ഡെയിലി കാണണമെന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യണോ അല്ല ഇതുപോലത്തെ സ്പെഷ്യൽ ഡെയിലി ചെയ്യണോ നിങ്ങൾ പറ. എന്നിട്ട് ആ പറഞ്ഞ മനുഷ്യനോട് എനിക്ക് സ്നേഹമാണ്, നമ്മൾ വീഡിയോ കാണാൻ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അയാളെ വെറുപ്പിക്കല്ല കേട്ടാ, എൻ്റെ പൊന്നെ വെറുപ്പിക്കല്ല. പിന്നെ നിങ്ങൾ പറയും, ആ മനുഷ്യൻ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ. അതല്ല ഞാൻ ജീവിതത്തിൽ എൻ്റെ നിത്യേന നടക്കുന്ന സംഭവങ്ങൾ ഇടണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സുലൈ.